ഇത് നിൻ്റെ അനിയന് കൊടുക്കണം. കുറേ നാളായിട്ട് അവൻ ചോദിക്കുന്നതാണ്. പിന്നെ ഇത് നിൻ്റെ അമ്മയ്ക്കും ഇത് നിൻ്റെ ചേച്ചിക്കും. ഹാപ്പി ആയില്ലേ? ഡാ, ആ വലിയ സ്പ്രേ എന്തിനാ അങ്ങോട്ടെടുത്ത് വെച്ചത്? അതിൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിന് കൊടുക്കാൻ എടുത്ത് വെച്ചതല്ലേ? അവിടെ ചെറുതാകണം കൊടുത്താൽ മതി. അമ്മ അവളെ വീട്ടിൽ കൊടുക്കാനായിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു കുറവും വരുത്തൂല. ഓ, അതല്ലെങ്കിലും നിനക്കിപ്പോൾ അങ്ങോട്ടാണെല്ലാം ചായവ് കൂടുമല്ലേ? എടാ, നിന്റെ അനിയത്തിയും കൊച്ചുങ്ങൾക്കും കൊടുക്കണേലും ഒരു കുറവും വരുത്തരുത്. അത് കഴിഞ്ഞിട്ട് വേണം വേറെ അങ്ങോട്ടെങ്കിലും ഒക്കെ കൊടുത്തു നോക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ അവരും പാവങ്ങളല്ലേ, ഏട്ടൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അവർക്കും ആഗ്രഹം കാണൂലേ? നീ ഇതിലിടണ്ട. ഇത് എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇത് ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എടാ, 3 ഷർട്ട് ഇരിക്കണത് അതിൻ്റെ അളിയന് കൊടുക്കാനുള്ളതാണ്. അതെടുത്താ മാറ്റി വെച്ചേരെ. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടാ? ഞാൻ വന്ന് കയറിയിട്ട് 2 ദിവസം ആയില്ല, 2 ദിവസം തികഞ്ഞില്ല. അതിനുമ്പ് തുടങ്ങിയല്ല കണക്ക് കുറച്ചിട്ട്. എടാ മോനെ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്. എന്തേ നല്ലത്? എവളെ വീട്ടിൽ എന്തെങ്കിലും 2 സാധനം കൊടുക്കണതാണ് അമ്മയ്ക്ക് ഇത്ര പ്രശ്നം. എന്റെ അനിയത്തീരെ വീട്ടിൽ കൊടുക്കാനുള്ളത് ഒരു പെട്ടി നിറച്ച സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു കുറവും വരുത്തൂല. പക്ഷെ അമ്മയുടെ പ്രശ്നം അതൊന്നുമില്ല. എവളെ വീട്ടിൽ കൊടുക്കണതാണ് അമ്മയ്ക്ക് പ്രശ്നം. നേരത്തെ അമ്മ പറഞ്ഞല്ലേ അവളെ വീട്ടിൽ കൊടുക്കണമെന്ന്. അതേ കണക്ക് പ്രധാനം തന്നെയാണ് അവളെ വീട്ടിൽ കൊടുക്കണത്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു നീ കേട്ടില്ലടാ? ഞാൻ ആ മരുഭൂമി കിടന്ന് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് മനസ്സ് മൊത്തം എന്തിനാണെന്ന് അറിയാമോ? കുറച്ച് നാൾ നാട്ടിൽ വരാനുള്ള ലീവ് കിട്ടുമല്ലോ. ആ സമയത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നാട്ടിൽ വന്ന് നിൽക്കാന്നുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ വന്ന് കയറി അപ്പത്തൊട്ട് ഈ ഞാൻ പെട്ടിയിൽ നിറച്ചു വെച്ചേക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ മൊത്തം അമ്മയുടെ ചിന്ത. അമ്മ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാലേ എനിക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടണത്? ഞാൻ ഒത്തിരി സമാധാനത്തിനാണ് ഇവിടെ ലീവിൽ വന്നത്. അമ്മയുടെ മോളെയും മരുമോനെയും എങ്ങനെയാണ് കാണുന്നത് അതേ കണ്ണുകൊണ്ട് അവരെ വീട്ടുകാരെ കാണണമെങ്കിൽ എവളെ വീട്ടുകാരെ എന്തുകൊണ്ട് കാണില്ല? ഇനി എന്ന് കാണുന്നത്? ഇത് ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഗൾഫിൽ നിന്ന് വരണ പെട്ടി പൊട്ടിക്കണ ഏതൊരു വീട്ടിൽ നടക്കുന്ന, ഞാൻ ഒന്നും പറയണില്ല.